പത്തനംതിട്ട തണ്ണിത്തോട് കല്ലാറ്റ് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന ചരിഞ്ഞു. കൊക്കത്തോട് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരുടെ പരിശോധനയിലാണ് വനത്തിനുള്ളിൽ ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഒരു ദിവസത്തിലധികം അവശനിലയിൽ കല്ലാറ്റിൽ ആന നിലയുറപ്പിച്ചിരുന്നു. മിഥുൻ മുരളി വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, വിശദാംശങ്ങൾ. പുലർച്ചെ വനത്തിനുള്ളിൽ നിരീക്ഷണത്തിന് പോയ കൊക്കാത്തോടിൽ നിന്നുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് ആന ചെരിഞ്ഞ നിലയിൽ വനത്തിനുള്ളിൽ കിടക്കുന്നത് കണ്ടത്. കഴിഞ്ഞ 2 ദിവസമായി ആന അവശ നിലയിലായിരുന്നു. ഒരു ദിവസത്തിലധികം ആന കല്ലാറ്റിൽ അവശ നിലയിൽ നിലയുറപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം കാട്ടിലേക്ക് പോയ ആന കുട്ടി ആനയുമായി മടങ്ങി എത്തി അല്പസമയം ഈ ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ച ശേഷമാണ് വീണ്ടും കാടിനുള്ളിലേക്ക് മടങ്ങിപ്പോയത്. ആന അവശ നിലയിലായതുകൊണ്ട് തന്നെ കൂടുതൽ സമയം വെള്ളത്തിനുള്ളിൽ നിന്നതുകൊണ്ട് തന്നെ വനപാലകരും ഒപ്പം വെറ്റിനറി ഡോക്ടർമാരും പ്രദേശത്ത് ആനയെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഈ നിരീക്ഷണത്തിൽ ആനയ്ക്ക് കാര്യമായിട്ടുള്ള രോഗമോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ല എന്നുള്ള കണ്ടെത്തലായിരുന്നു ഉണ്ടായിരുന്നത്. എരണ്ടക്കെട്ടടക്കമുള്ള പ്രശ്നങ്ങൾ ആനയ്ക്കുണ്ടോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. ആനയുടെ വയറിന്റെ ഭാഗത്ത് വീർത്ത നിലയിലായിരുന്നു. അതുകൊണ്ട് പ്ലാസ്റ്റിക് എന്തെങ്കിലും കഴിച്ച് എരണ്ടക്കെട്ട് ആനയ്ക്ക് ഉണ്ടോ എന്നുള്ള സംശയത്തിൽ വെറ്റിനറി ഡോക്ടർമാർ പ്രത്യേക നിരീക്ഷണം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ സ്ഥിരീകരണം ആനയ്ക്ക് പ്രത്യേകിച്ചുള്ള രോഗാവസ്ഥകളോ എരണ്ടക്കെട്ടടക്കമുള്ള മറ്റ് രോഗപ്രശ്നങ്ങളോ ഇല്ല എന്നുള്ളതായിരുന്നു. ആന കൂടുതൽ സമയം ഒരു ദിവസത്തിലധികം വെള്ളത്തിനുള്ളിൽ നിലയുറപ്പിച്ചതിലും സംശയമുണ്ടായിരുന്നു. ആന സാധാരണഗതിയിൽ വെള്ളത്തിനുള്ളിൽ ഇങ്ങനെ കൂടുതൽ സമയം നിലയുറപ്പിക്കുന്നത് ഏതെങ്കിലും വ്രണമോ മറ്റോ ഉണ്ടാകുമ്പോൾ ഈച്ചയുടെ മറ്റും ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആനയുടെ ശരീരത്തിലും സൂക്ഷ്മമായിട്ടുള്ള പരിശോധനകൾ വെറ്റിനറി ഡോക്ടർമാരും വനപാലകരും നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ആ പരിശോധനകളിൽ ഒന്നും ഇത്തരത്തിലുള്ള അസ്വാഭാവികതകളൊന്നും കണ്ടെത്തിയിരുന്നില്ല. ഇനി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ഉള്ളൂ ആനയ്ക്ക് എന്ത് ആ രോഗപ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ വനത്തിനുള്ളിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ നിലയുറപ്പിച്ചിട്ടുണ്ട്, പരിശോധനകൾ നടത്തുന്നുണ്ട്. അനു. ശരി മിഥുൻ.